സന്ദീപ് വാര്യർ കോൺഗ്രസിനൊപ്പം ചേർന്നതോടെ ബി.ജെ.പി. നേതൃത്വവും കടുത്ത ആശങ്കയിലാണ്. ഒരു ചലനവും സന്ദീപിന് ഉണ്ടാക്കാനാകില്ല എന്ന് പറയുമ്പോഴും തിരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ജില്ലയിൽ പാർട്ടിയുമായി അഭിപ്രായ ഭിന്നതയുള്ള മറ്റാരെങ്കിലും പാർട്ടി വിടുമോ എന്ന ഭീതി നേതാക്കൾക്കുണ്ട്. CPIM-നൊപ്പം പോകുമെന്ന് കരുതിയിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം അപ്രതീക്ഷിതമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടപടിയെടുക്കാമെന്ന് കരുതിയ BJP സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിക്കുന്നതായിരുന്നു നീക്കങ്ങൾ. പരസ്യമായി നേതാക്കൾ പരിഹസിക്കുകയും പാർട്ടിക്കുള്ളിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ലെന്ന് പറയുകയും ചെയ്യുമ്പോഴും നേതൃത്വത്തിന് ചില ആശങ്കകളുണ്ട്. അതിൻ്റെ മറുപടിയായിരുന്നു സന്ദീപിൻ്റെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെയുള്ള കെ സുരേന്ദ്രൻ്റെ മേലാമുറി മാർക്കറ്റിലെ വോട്ടഭ്യർത്ഥനയും മറുപടിയും. ശിഖണ്ഡികൾ ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവുന്നു. ഞാനതൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല, ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിൻ്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. SDPയെയും PFIയെയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് VD സതീശൻ്റെ വ്യാമോഹം മാത്രം. നോയിക്കോ, VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എൻ്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. ഒറ്റക്കെട്ടാണെന്ന് പുറത്തു പറയുമ്പോഴും BJPയിലെ അടിത്തട്ടിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പാലക്കാട് നഗരസഭയിലെ ചില കൗൺസിലർമാരും BMSലെ ഒരു വിഭാഗവും നേതൃത്വത്തിനെതിരാണ്. അനുനയ നീക്കങ്ങൾ പലകുറി നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം ആളുകളെ മറുകണ്ഠം ചാടിക്കാൻ സന്ദീപ് ശ്രമിക്കുമോ എന്നതാണ് പ്രധാന ആശങ്ക. ഒപ്പം കൊടകരയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ അത് കെ സുരേന്ദ്രനും പാർട്ടിക്കും തിരിച്ചടിയാകും. ശോഭാ സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിലെ കരുനീക്കങ്ങൾ തുറന്നു പറഞ്ഞാൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്നവർ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ സന്ദീപിനെ പ്രകോപിപ്പിക്കാതെ അടുത്ത നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് നേതൃത്വം. ന്യൂസ് മലയാളം, പാലക്കാട്.